ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ GoPro 10 അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ യാത്ര നമ്മളിതിൽ റെക്കോർഡ് ചെയ്ത് മാക്സിമം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ GoProയിൽ നമ്മുടെ മൊബൈലും കൂടിയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മളിത് തൃശ്ശൂരിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോകുന്ന യാത്രയാണ്. അതിരപ്പള്ളിയിലേക്ക് നമ്മൾ ഇറങ്ങണമെന്ന് വിചാരിച്ച സമയം കുറച്ച് വൈകിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിരപ്പള്ളി ചെല്ലുമ്പോഴേക്കും കുറച്ച് രാത്രിയാവാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് അവിടെ ചെന്നിട്ട് കിട്ടാവുന്നത്ര വീഡിയോകൾ നമുക്ക് ഈ യാത്രയുടെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. സോ നമുക്ക് പിന്നെ അതിരപ്പള്ളിയെക്കുറിച്ച് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്ത് കാണുക. ഈ യാത്ര ചെയ്യുന്ന റൂട്ടും മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടുതൽ മനസ്സിലാകുന്നതായിരിക്കും. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന നാഷണൽ ഹൈവേയിൽ നിന്ന് ആണ് നമുക്ക് അതിരപ്പള്ളി പോകുന്ന വഴിയിലേക്ക് തിരിയേണ്ടത്. സോ നമ്മളെ ഓൾമോസ്റ്റ് അവിടെ ചെല്ലുന്നതിനടുത്ത് തന്നെ പല സ്ഥലങ്ങളിലും റോഡ് പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് വഴികളൊക്കെ നമ്മൾ സർവീസ് റോഡിൽ കൂടെയാണ് സഞ്ചരിച്ചത്. നമുക്ക് ഇതിൽ ടൈം ലാപ്സ് ഇട്ടിട്ട് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക. പിന്നെ ഇവിടെ അതിരപ്പള്ളി വരണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ, ബൈക്കിനോ കാറിനോ ഒന്നും വരാതെ ബസ്സിന് വരാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിക്ക് വേണം ആദ്യം വരാനായിട്ട്. ചാലക്കുടിയിൽ വന്ന് ചാലക്കുടി KSRTC വന്ന് അവിടെ നിന്ന് ഏകദേശം വീണ്ടും ഒരു 30-35 മിനിറ്റ് ബസ്സിൽ കയറിയാലാണ് നിങ്ങൾ അതിരപ്പള്ളി വരിക. തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ചാലക്കുടി വരാനായിട്ട് ഓൾമോസ്റ്റ് 1 അവർ ജേണിയുണ്ട്. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഫാമിലി ആയിട്ട് ഒറ്റയ്ക്ക് എങ്ങനെയാണെങ്കിലും ഒരു ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വന്ന് കാണാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടാണ് അതിരപ്പള്ളി. അതിരപ്പള്ളിയിലെ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ നയാഗ്ര എന്ന് അറിയപ്പെടുന്ന ഒരു വാട്ടർഫോൾസാണ്. അതുമാത്രമല്ല ഇത് ഏകദേശം 82 അടി ഹൈറ്റിൽ നിന്ന് ആണ് ഈ വാട്ടർഫോൾസ് വീഴുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. അത് നമുക്ക് അതിൻ്റെ ഫോട്ടോസ് ഞാനിതിൽ കാണിക്കാം. പിന്നെ നമ്മളിതിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോസ് നമ്മൾ എടുത്ത ഫോട്ടോസല്ല, നമ്മളിവിടെ വിക്കിപീഡിയയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ വരാനായിട്ട് വൈകിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ അതിരപ്പള്ളി കൂടുതൽ ഫോട്ടോസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ഇവിടുന്ന് നമുക്ക് അതിരപ്പള്ളി പോകുന്ന ഈ വഴി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ സാധിക്കുന്നൊരു വഴിയാണ്. ഒരു കാടും നാടും ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയി തിരിച്ചു വരുന്ന സമയം വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. കാരണം നിങ്ങൾ വൈകിയാണ് വരുന്നതെങ്കിൽ യാത്ര വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആനയും പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് അതിരപ്പള്ളി. കാരണം നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗം തന്നെയാണ് ഈ നമ്മുടെ ഈ അതിരപ്പള്ളി ഫോറസ്റ്റ്. അതിരപ്പള്ളിയോട് വളരെ അടുത്ത് കിടക്കുന്ന മറ്റൊരു ഡെൻസ് ഫോറസ്റ്റാണ്. ഡെൻസ് ഫോറസ്റ്റ് ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളതാണ് വാഴച്ചാലിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് അതിനും കൂടെ ഉള്ള സമയം പ്ലാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഈ പോകുന്ന വഴികളെല്ലാം നിങ്ങൾ കാണുന്ന രണ്ട് സൈഡിലും കാണാം. ചില സ്ഥലങ്ങൾ നമുക്ക് പ്ലാന്റേഷൻസ് കാണാം, ചില സ്ഥലങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാട് തന്നെയാണ്. ഈ ആനയും പുലിയും കൂടാതെ തന്നെ മ്ലാവ്, മാന് അങ്ങനെയുള്ള മറ്റു പല ജീവജാലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇരുട്ടിയാണ് തിരിച്ചു വരുന്നതെങ്കിൽ ഇത് റോഡിലേക്ക് വരുന്നതിനും ബൈക്കിലൊക്കെ പോകുമ്പോൾ അത് അപകടം നിങ്ങൾക്ക് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ യാത്ര കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെ ആയിരിക്കണം പോകേണ്ടതും വരേണ്ടതും. നമ്മൾ ശരിക്കും അതിരപ്പള്ളി പോയി തിരിച്ചു വരുന്ന സമയത്ത് നമുക്കൊരു എലിഫൻറ്റ് റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഒറ്റയ്ക്കായിരുന്നു, ഒരു മെയിലായിരുന്നു. സോ വളരെ സൂക്ഷിച്ചാണ് നമ്മൾ തിരിച്ചു വന്നത്. നമ്മൾ കുറച്ച് വൈകിയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ഉണ്ടായത്. സോ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ ഇനി അങ്ങനെ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന എണ്ണപ്പനത്തോട്ടങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലിഫൻറ്റിനൊക്കെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. സോ അവർ കൂട്ടമായിട്ടോ ഒറ്റയ്ക്കോ ഇവിടെ വന്ന് ഇത് കഴിക്കുന്നതിനും ഇതിനടുത്ത് ചേർന്ന് ഒഴുകുന്ന അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ യാത്രയിൽ എപ്പോഴും വന്യമൃഗങ്ങളെ ആയിട്ടുള്ളൊരു എൻകൗണ്ടർ എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുക യാത്രയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യാത്ര വളരെയധികം പ്ലാൻ ചെയ്തിട്ട് വളരെ പകൽ തന്നെ പോയി പകൽ തന്നെ തിരിച്ചു വരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിരപ്പള്ളിയിൽ എപ്പോൾ നമുക്ക് വിസിറ്റ് ചെയ്യാമെന്ന് ആലോചിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രകൃതിയെ കണ്ട് ആസ്വദിച്ച് നിങ്ങൾക്ക് ഈ യാത്ര മനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ മൺസൂൺ സമയങ്ങളിൽ വരണം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് മൺസൂൺ സമയങ്ങളോ അല്ലെങ്കിൽ വിൻ്റർ സീസണിലോ വരണം. നമ്മളിപ്പോൾ ഈ പോകുന്ന യാത്ര സമ്മർ സീസണാണ്. സമ്മർ സീസൺ ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ള ഹോട്ടായിട്ടുള്ള ഒരു സമയമാണ്. നമുക്ക് അത്ര നന്നായിരിക്കണമെന്നില്ല. എന്തായാലും ഇരുട്ടായിരിക്കും. നമ്മൾ യാത്ര സ്റ്റോപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. മറ്റൊരു കാര്യം കൂടി, ഇനി നമ്മൾ യാതൊരു വന്യമൃഗങ്ങളും വന്നില്ലെങ്കിൽ കൂടി അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഈ പശുക്കളെ സൂക്ഷിക്കുക.